ഹല്ലേലൂയ. ജീവിതമൊക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോയി. 28-ാമത്തെ വയസ്സിൽ ഞാനൊരു കല്യാണം കഴിച്ചു. കല്യാണം ഭയങ്കര രസമാണ്. രജിസ്റ്റർ മാര്യേജ്. ആരെ കെട്ടിയെന്നറിയാമോ? ഈ ക്രിസ്ത്യാനി പെണ്ണിനെ, ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ച് കെട്ടി. രജിസ്റ്റർ മാര്യേജ്. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, അമ്പലത്തിൽ വെച്ച് കെട്ടിയാൽ നീ ഞങ്ങൾ ഒരുവിധമൊക്കെ അംഗീകരിക്കാം. 2-ാം കെട്ട് കെട്ടി. 2-ാം കെട്ട് ഇപ്പം 3-ാം കെട്ടാണ് കേട്ടോ നിൽക്കുന്നത്. 2-ാം കെട്ടിലേക്ക് വരാം. 2-ാം കെട്ട് കെട്ടി അങ്ങനെ ഹിന്ദുവായിട്ട് ജീവിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരിക. കർത്താവിൻ്റെ തൊഴുത്തിൽ നിന്ന് ഒരാടിനെ എന്ത് ചെയ്തു? അടിച്ച്, ശ്രദ്ധിച്ചു കേട്ടോ, അടിച്ച്, ബാക്കി പറ, അടിച്ചു മാറ്റി. കർത്താവിൻ്റെ തൊഴുത്തിൽ നിന്ന് ഒരാടിനെ ഈ പാവപ്പെട്ടവൻ അടിച്ചു മാറ്റി. അങ്ങേര് എന്നെ വെറുതെ വിടുവോ? അങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ തൊഴുത്തിൽ പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. ആരാ? നമ്മൾ അല്ലേ? നമ്മൾ ഒരു കാലഘട്ടത്തിൽ തൊഴുത്തിൽപ്പെടാത്ത ആടുകളല്ലായിരുന്നോ? എൻ്റെ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെല്ലാം ഞാൻ ശേഖരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കെ ഒരാടിനെ അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് അടിച്ചു മാറ്റി. അന്ന് പുള്ളി നോട്ടം വെച്ചാൽ, നിന്നെ ഞാൻ ശരിയാക്കിയിട്ട് പോകത്തുള്ളെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മുമ്പോട്ട് പോയി. 2 കുട്ടികൾ, 3 കുട്ടികളാണ്. 2-ാമത്തെ കുട്ടി അരുൺ, അവന് സോറിയാസിസ് എന്ന രോഗം ബാധിച്ചു. സോറിയാസിസ് അറിയില്ലേ? സോറിയാസിസ് ചരുമാസകല ഇങ്ങനെ വിണ്ടുകീറി. നമ്മൾ വേനൽക്കാലത്തൊക്കെ പാടം വിണ്ടുകീറുന്ന പോലെ വിണ്ടുകീറി ഇങ്ങനെ ശരിക്കും വിണ്ട് കീറി, ഇങ്ങനെ പഴുപ്പും ചോരയും. ശരീരത്തിങ്ങനെ കൈകൊണ്ട് പിടിച്ചാൽ കൈ നിറയെ അവല് പോലെ തൊലി കിട്ടും. 4 വർഷമാണ് ഞാൻ ഹോസ്പിറ്റൽ ടു പറ, വീട്ടിലേക്കല്ല. സാധാരണയൊക്കെ നമുക്കൊരു രോഗം വന്ന ഡോക്ടർ പറയും ഒരാഴ്ച വീട്ടിൽ കൊണ്ടുപോയി മരുന്നൊക്കെ കൊടുത്തിട്ട് നോക്കിയിട്ട് വാ എന്ന് പറയും. ഡോക്ടറിന് ഇവൻ ചാവാൻ പോവാ, നീ വേറെ എവിടെയെങ്കിലും അടുത്ത ഹോസ്പിറ്റലിലേക്കാ. നീണ്ട 4 വർഷം ഈ ഓട്ടം ഓടിയ വകയിൽ ഉണ്ടായിരുന്ന ജീവിതമാർഗം ഒരു കരിവുരണ്ട ജീവിതങ്ങൾക്ക് കരിയോലിൻ്റെ പണിയാണ്. അത് പൂട്ടി. നാട്ടുകാരോട് കടം വാങ്ങിച്ച് ആകെ വഷളായി. അങ്ങനെ 4-ാമത്തെ വർഷം മെഡിക്കൽ സയൻസ് പറഞ്ഞു, തങ്കച്ച ക്ലോസ്, നീ എവിടെ പോയാലും ഒന്നും ചെയ്യാനാവാത്ത പോലെ തീർന്നു, വീട്ടിലേക്ക് പോകോളാൻ പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന്. പ്രിയമുള്ളവർ, അന്നത്തെ എൻ്റെ ഗതി എന്താണെന്നറിയാമോ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടാണ്. ഒരു നല്ല ഡ്രസ്സില്ല. ഈ 4 വർഷം പലിശയ്ക്ക് മേടിച്ച് ഓടുമ്പോൾ ഒരു നല്ല ഷർട്ടില്ല, പിഞ്ചി തുടങ്ങിയ ഷർട്ട്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, കയറിക്കിടക്കാൻ ഒരു വീടില്ല. വാടക കൊടുക്കാൻ പറ്റാത്തത് അയാൾ ഇറക്കി വിടാത്തതിന് കാരണം എന്താ? ഈ ചീഞ്ഞ കൊച്ചിനെ കണ്ടിട്ട് ഇവനെ ഇറക്കി എങ്ങോട്ട് വിടും എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ഇറക്കി വിടാത്തത്. ജീവനോടെ പറഞ്ഞ ഹല്ലേലൂയ. എന്നെ കണ്ടാൽ കടം തന്ന ആളുകൾ വേലി ചാടി മതിൽ ചാടി ഓടും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? പൈസ കൊടുക്കാനുള്ള ആൾക്കാരെ കാണുമ്പം നീ എൻ്റെ കാശ് തന്നിട്ട് ബാക്കി പറ, അങ്ങനെയല്ലേ പറയാറ്? ഇത് ഞാനെങ്ങാനും വരുന്ന കണ്ട ഈ മതിലെടുത്ത് ചാടി അപ്പുറത്തെ മതിൽ ചാടി അവൻ പോവും. കാരണം എന്താ? ഞാൻ ഇനി അവനോട് ചോദിക്കും, വല്ലതും തരണേ. ഭിക്ഷക്കാർ പറയില്ല വല്ലതും. അതാണ് എൻ്റെ ഗതി. ഇനി ചോദിക്കുമെന്നറിയാം. അങ്ങനെയായിരുന്നു എൻ്റെ അവസ്ഥ. പ്രിയമുള്ളവർ, അപ്പോൾ ബന്ധങ്ങളില്ല, സ്വന്തങ്ങളില്ല, വീടില്ല, മാറാത്ത രോഗം, തീരാത്ത കടം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ കാലെടുത്ത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ പാതാളത്തിലേക്കാണ്. ഒരു കാല് വെക്കാൻ എനിക്ക് മണ്ണില്ല എൻ്റെ മുൻപിൽ. പറഞ്ഞ ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ഇതിൽ കൂടുതൽ വല്ലതും തകരാനുണ്ടോ? ഉണ്ടോ? അവൻ്റെ എല്ലാ അവസ്ഥകളിലും നാം പൊട്ടി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അന്ന് 2 പിള്ളേരാണ്, നമുക്ക് 2 പിള്ളേരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാം. കാരണം എന്താ അറിയാമോ? ഞങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ ഞങ്ങളെ അന്വേഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ കൊച്ചുങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഗതി എന്താ? ഒന്ന് സോറിയാസിസ്, അവൻ എപ്പോഴാണ് മരിക്കുന്ന അറിയത്തില്ല. ഒരു കുഴപ്പമില്ല. ഇന്നവൻ മൂത്തവൻ ബാംഗ്ലൂരിൽ IT കമ്പനിയിലാണ്. അവനും അവൻ്റെ ഭാര്യയും IT ജോലിയാണ്. ഒരു കൊച്ചുണ്ട്. അന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാവുമായിരുന്നോ? അവനുണ്ടാവുമായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. ജീവനോടെ ഹല്ലേലൂയ.
ജീവൻ മാത്രം പോകരുത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അങ്ങനെ മരിക്കണം ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച്, ആഗ്രഹമില്ല എന്നാലും ഗതിയില്ല, അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു ഹിന്ദു പെൺകുട്ടി മായ, ഇന്ന് അവള് കാഞ്ഞിരപ്പള്ളി ഒരു കന്യാസ്ത്രീ കേട്ടോ. അവൾ അടുത്ത വീട്ടില് അന്ന് മാമോദിസ മുങ്ങിയിട്ടേ ഉള്ളൂ. അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ തങ്കച്ചേട്ടാ, ഞാൻ ഡിവൈനിൽ പോയി ധ്യാനം കൂട്ടിയിട്ട് വന്നതാ, വലിയ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത്, ഈ കൊച്ചിനെയായിട്ട് നിങ്ങൾ കിടന്ന് കഷ്ടപ്പെടില്ല, ഒന്ന് പോയിക്കൂടെ? ഞാൻ ചോദിച്ചു, എങ്ങനെയാ? അവിടെ സൗഖ്യമുണ്ട്, അത്ഭുതങ്ങളുണ്ട്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് പോകാം. നിങ്ങളോടൊന്ന് പറയട്ടെ, എൻ്റെ ഭാര്യ ആരാന്നാ പറഞ്ഞത്? എൻ്റെ ഭാര്യ ഒരിക്കലും പറഞ്ഞില്ല, എന്നാലേ നിങ്ങളുടെ ദൈവങ്ങളൊക്കെ തീർന്നില്ലേ. നമുക്ക് എനിക്കൊരു പണ്ട് ഒരു ദൈവം ഉണ്ടായിരുന്നു, അവൻ ഇട്ടിട്ട് പോന്ന ഞാൻ. എന്നാൽ നമുക്കൊന്ന് നോക്കാൻ ആര് പറഞ്ഞില്ല? ഭാര്യനെ കുറ്റപ്പെടുത്തൊന്നുമല്ല, ഭാര്യ അതൊന്നും പഠിച്ചില്ല, അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല, ദൈവത്തിൽ യേശുക്രിസ്തുവിൽ ജീവിച്ചില്ല. തെറ്റല്ല, അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഒക്കെ അവസ്ഥ, ലോകത്തിൻ്റെ അവസ്ഥ. യേശു ആരാണെന്ന് അറിയാൻ പാടില്ലാത്തവരാണ് അനേകര്. ആരൊക്കെയാ? നിങ്ങൾ കൂട്ടിക്കോ. ഹല്ലേലൂയ, ജീവനുടെ ഹല്ലേലൂയ. ഞങ്ങൾ വന്നിവിടെ ഡിവൈനി വന്ന് ധ്യാനിക്കാൻ 97 ആദ്യത്തെ ധ്യാനമാണ്, 96 ജനുവരി. പ്രിയമുള്ളവരെ, അനേകരെ ഈശോ അന്ന് ഇതുപോലെയൊന്നുമല്ല ആൾക്കാർ. അന്ന് മുകളിലൊക്കെ തട്ട് കെട്ടിയിട്ടുണ്ട്. നമ്മളിരിക്കുന്നതിൻ്റെ മുകളിലേ മുഴുത്ത ഉയർത്ത് തട്ട് കെട്ടിയിട്ട് അവിടുന്ന് ആൾക്കാരിരിക്കുക. ഇപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്നുണ്ട്, സൈഡിൽ നിന്നുണ്ട് തട്ട്. കാരണം വെച്ചാൽ ആൾക്കാർ 10,000-10,000 ധ്യാനമെല്ലാം കഴിഞ്ഞു, കൊച്ചിന് സൗഖ്യമില്ല. രണ്ടാമത്തെ ധ്യാനം, മൂന്നാമത്തെ ധ്യാനം. രണ്ടാമത്തെ ധ്യാനത്തില് ബഹുമാനപ്പെട്ട പനക്കച്ചൻ ആരാധനയുടെ സമയത്ത് 2 ദിവസം, ബുധൻ വ്യാഴം, അച്ഛൻ വിളിച്ചു പറഞ്ഞു, തങ്കച്ചനെ കർത്താവ് തൊടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടു. ഈ ലോകത്തിൽ നിന്ന് ഞാൻ ഭൂമിയിലെങ്ങുമല്ല, ഞാനിങ്ങനെ അന്തരീക്ഷത്തിൽ അപ്പൂപ്പൻ്റെ പോലെ പറന്നു നടക്കുക, ഹൈഡ്രജൻ നിറച്ച ബലൂൺ പറക്കുന്ന പോലെ പറന്നു നടക്കുക, ഭൂമിയിലെങ്ങുമല്ല. എന്തൊക്കെയോ എനിക്ക് സംഭവിക്കുന്നു. എൻ്റെ അടുത്തിരുന്നൊരു സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞപ്പോഴാ തങ്കച്ചൻ്റെ പേര് ഇന്ന് അച്ഛൻ ചൊല്ലി പ്രാർത്ഥനയുടെ സംബന്ധം തങ്കച്ചനെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ അത് ഞാനിപ്പോൾ ഏതോ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കും, എനിക്കറിയത്തില്ല. മൂന്നാമത്തെ ധ്യാനം, മാറ്റമില്ല, ജീവിക്കാനുള്ള വലിയൊരു പ്രചോദനം കർത്താവ്. ഞാൻ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള അറിവിലേക്ക് എന്നെ ഈശോ നയിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്റെ രക്ഷകനായ ദൈവമാണ്. നീ കണ്ടില്ലേ ഇവിടെ ഞാൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ, അത്ഭുതങ്ങൾ കണ്ടില്ലേ, അടയാളങ്ങൾ കണ്ടില്ലേ? ഞാൻ ഈശോയോട് വരുന്ന കാര്യം സ്വാമിച്ചു, കർത്താവേ, ഈ വരുന്ന ഡിസംബർ 25 നിന്റെ തിരുനാളിന് മുമ്പ് നീ എൻ്റെ ക്രിസ്മസ്, എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ ഞാൻ മാമോദിസ മുങ്ങി ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊച്ചിൻ്റെ രോഗമൊന്നും ബാക്കി പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചോദിക്കുന്നത് എന്തൊരു ദൈവമാണല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ പല ധ്യാനം കൂടിയിട്ടും പലതും മാറാനുണ്ടല്ലേ? ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ മാറാനില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു, അവന് എന്നെ വേണം. ആർക്ക്? അവന് എന്നെ വേണം, ആവശ്യമുണ്ട്. നമ്മൾ വേണം ഇനി അനേകരെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ഇറങ്ങാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ സുഖപ്പെടുത്തിയ ഞാൻ എന്ത് പറയുമായിരുന്നു? പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ട് നാട് വിടുമെന്നല്ലാണ്ട് പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഈശോയെ വിട്ടുപോകാത്ത ഒരു ആത്മബന്ധത്തിലേക്ക് കർത്താവ് എന്നെ 4 ധ്യാനങ്ങളിലൂടെ അവൻ ആരാണെന്ന് പഠിപ്പിച്ചെന്നെ കൂടെ നിർത്തി. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ പറഞ്ഞു വരുന്നത്? ഉണ്ടോ? നമ്മൾ ചിന്തിച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈശോയിലേക്ക് തന്നെ വന്നു. സമയമായിട്ടില്ല. ആരെ? അവനെ മനസ്സിലാക്കാൻ, അവനെ പഠിക്കാൻ, അവനെ അറിയാൻ എനിക്ക് സമയമായിട്ടില്ലെന്നാ എനിക്ക് ഇപ്പോഴും മാറാണ്ട് കിടക്കുന്ന രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ കാലഘട്ടത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് ആരൊക്കെ വന്നു? തളർവാദ രോഗി വന്നു, അല്ലേ? കുഷ്ഠരോഗി വന്നു, ബത്സയിദ കുളക്കരയിൽ കിടന്ന് 38 വർഷം പഴക്കമുള്ള രോഗി വന്നു, അപസ്മാര രോഗി വന്നു, ലഗിയോൻ ബാധിച്ചവൻ വന്നു. വന്നോ മരിച്ചവൻ, അല്ലേ? ലാസർ മരിച്ചു, എഴുന്നേപ്പിച്ചോ?
നായനിലെ വിധവയുടെ മകൻ മരിച്ചു, എഴുന്നേപ്പിച്ചോ. ജായറോസിന്റെ മകൾ മരിച്ചു, എഴുന്നേപ്പിച്ചോ. അവൻ പറഞ്ഞോ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റും തോന്നില്ല, പിതാവുമായിട്ട് ആലോചിച്ചിട്ട് നാളെ വന്ന് പറയാന്ന് പറഞ്ഞോ എനിക്കിന്നത് ചെയ്യാൻ പറ്റത്തില്ല, പിതാവുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, വൈകിട്ട് രാവിലെ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചോദിച്ചിട്ട് നാളെ വരുമ്പോൾ പറയാന്ന് പറഞ്ഞോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനടി ഉത്തരവാ. നിനക്ക് വിശ്വാസമുണ്ടോ? പലരോടും ചോദിച്ചു, നിന്നെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്ന് നീ കണ്ടോ? വിശ്വസിക്കുന്നു പറഞ്ഞവരൊക്കെ അപ്പൊ തന്നെ സൗഖ്യപ്പെട്ടു. അന്ധനായ ബർത്തിമേയോസിനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാ നീ ആഗ്രഹിക്കുന്നത്? ചോദിച്ചോ. എന്റെ കണ്ണിന് കാഴ്ച, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കാണാൻ പറ്റും 10 കുഷ്ഠരോഗികൾ വന്നു. ഈശോ എന്ത് പറഞ്ഞു? നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവര് പോയപ്പോൾ സൗഖ്യപ്പെട്ടിരുന്നോ? പോയപ്പോൾ സൗഖ്യപ്പെട്ടിരുന്നോ? ഇല്ല. പോയ വഴിയിൽ അവർ സുഖപ്പെട്ടു എന്നാ പറഞ്ഞേ. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നോക്ക്, കയ്യിലൊക്കെ കുഷ്ഠവാ. ഈശോയെ, നീ എന്നെ തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയാണ്, കൈയൊക്കെ നോക്കിക്കണ്ടോ? പോയിട്ടില്ല. മറ്റവനോട് പറയണം, എൻ്റെ മൂക്കിലൊക്കെ പോയി നോക്കടാ. അവൻ പറയും പോയിട്ടില്ല. അപ്പൊ ഈശോയോട് ഞാൻ ചോദിക്കും, നീ എന്നെ തല്ലുകൊള്ളിക്കാനുള്ള പരിപാടിയാണോ എന്ന് ഞാൻ ചോദിക്കും. മനസ്സിലായില്ലേ? ഈ 10 കുഷ്ഠരോഗികൾ പിടിവിട്ട് പോയി. ഈശോ പറഞ്ഞു അതുപോലെ മാറിയില്ലോ എന്ന് നോക്കിയല്ലേ. ഈശോ പറഞ്ഞു പോയി പുരോഹിതന് തന്നെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. പോയ വഴിയിലാണവർ. അതിൽ ഒരാള് സാക്ഷ്യത്തിനായി വന്നോ? ഒരാളെ വന്നു, ഒരു വിജാതിയൻ. നമ്മളിൽപ്പെട്ട ഒരാളാ വന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ഈശോ ചോദിച്ചു, ഈ വിജാതിയനല്ലാണ്ട് വേറെ ആരും? മറ്റേ ടീമൊക്കെ എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. പോട്ടെ, 96 ഡിസംബർ ഞാൻ ഈ ചീഞ്ഞ കൊച്ചിനെയായിട്ട് അച്ഛനടുത്ത് ചെന്നു. അച്ഛാ, ഈ കൊച്ചു മരിച്ചാൽ, കൊച്ചിനെ കാണിച്ചു, കൊച്ചു മരിച്ചു പോയാൽ ധ്യാനകേന്ദ്രം വിട്ട് പോകത്തില്ല അച്ഛാ, തീരാൻ പോവാ. ഞങ്ങൾക്കിവിടെ ഇടവൊരുക്കണം. ഞങ്ങളുടെ നാട്ടിലേക്ക് ചെന്നാൽ നമ്മുടെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കില്ലേ, പ്രാർത്ഥിച്ചു കൊന്നു, അല്ലാണ്ട് മരിക്കുന്നതെന്ന് അറിയില്ല അവർക്ക്, പ്രാർത്ഥിച്ചു കൊന്നു, അങ്ങനെ കുറച്ച് പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ ഒരു ഇടം ഒരുക്കി തരണം ആശ്രമത്തിൽ. അച്ഛൻ എന്നോട് പറഞ്ഞ വാക്ക് എന്താണെന്നറിയുമോ? യോഹന്നാൻ 11:40. ലാസർ മരിച്ചു കിടക്കുന്ന സമയം, 4-ാം ദിവസം ചീഞ്ഞഴുകി ഈശോ ഭവനത്തിലേക്ക് ചെന്നു. എന്നിട്ട് ആ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ മാർത്ത പറയണം, വേണ്ട കർത്താവേ, നീ വേണ്ടാത്ത പണിയൊന്നും ചെയ്യണ്ട കേട്ടോ, മാറ്റം വെച്ചിട്ടുണ്ട്, 4-ാം ദിവസമാ. ഈശോ മാർത്തയോട് പറഞ്ഞെന്താ? മാർത്ത, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദൈവമഹത്വം കണ്ടോ? ലാസറേ പുറത്തു വരിക. പുറത്തു വന്നോ? ജീവനോടെ വന്നോ? എന്ന് പറഞ്ഞ ഹല്ലേലൂയ. മരിച്ചവൻ പുറത്തു വന്നു. അവൻ അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവൻ ചോദിച്ചു, എനിക്ക് അസാധ്യമായിട്ട്. ആ കൊച്ചിനെ അച്ഛനെ കാണിച്ചു. അച്ഛൻ പറഞ്ഞു, തങ്കച്ചാ നീ വിശ്വസിക്കുക, കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും. 1, 2, 3, 4, 5 അന്ന് ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച രാത്രി വരെ അവനിലൊന്നും. വെള്ളിയാഴ്ച രാത്രിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ആരാധനയാണ്. ആ ആരാധന കഴിഞ്ഞാൽ ശനിയാഴ്ച രാവിലെ ഒരു വിശുദ്ധ കുർബാന മാത്രമേ ഉള്ളൂ. അറിയാമല്ലോ ധ്യാനം കൂടിയവർക്ക്. ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉപദേശമൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വിട്ടുപോക്കോളാൻ പറയും. അതിനു മുമ്പ് കിട്ടിയെങ്കിൽ ഈ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട ആന്റണി പൈപ്പിള്ളച്ചനോടെ കർത്താവ് അനേക രോഗികളെ, തളർവാദ രോഗി, അത് ക്യാൻസർ രോഗി, കിഡ്നി ഫെയിലിയർ ഒക്കെ സുഖപ്പെട്ടു. അരുണിന്റെ പേര് മാത്രം ഈശോ പറയുന്നില്ല. അങ്ങനെ ആരാധന ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ ഒരു നിമിഷം ചിന്തിച്ചു, എൻ്റെ മുൻപിലേക്ക് ഈ ധ്യാന ദിവസത്തിൽ ആദ്യത്തെ ദിവസം ഒരു ചീഞ്ഞ പഴുത്ത വിണ്ടു കയറിയ കുഞ്ഞിനെ കൊണ്ട് വന്നല്ലോ. അവൻ്റെ കാര്യമൊന്നും ഈശോയുടെ അച്ഛൻ ചോദിച്ചാ. അച്ഛൻ തിരിഞ്ഞു. വിശുദ്ധ കുർബാന ഈശോ എങ്ങനെ ഇരിക്കാം? കർത്താവേ, നീയല്ലേ ആ സോറിയാസിസ് രോഗിയായ കൊച്ചുമകൻ അരുണിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നീ അനേകരുടെ പേര് ചൊല്ലി വിളിച്ച് സൗഖ്യം കൊടുത്ത കൂട്ടത്തിൽ അവന്റെ പേര് മാത്രം സംസാരിച്ചില്ലല്ലോ കർത്താവേ. എന്താണ് നിനക്ക് അവനെ കുറിച്ചുള്ള പദ്ധതി?
അച്ഛൻ്റെ കാതിൽ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇതുവരെയും അവനെ സൗഖ്യപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളറിയുന്നില്ല, അച്ഛൻ പിന്നീട് പറഞ്ഞ ആ നിമിഷം അച്ഛൻ ആ സമൂഹത്തോട് 490 പേര് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുക. പരിശുദ്ധാത്മാഭിഷേകം, ആന്തരിക സൗഖ്യ ആരാധന, രോഗശാന്തി ആരാധന ഒരുമിച്ച ആ 490 പേര് ഒരാഴ്ച ധ്യാനിച്ച് ആത്മാഭിഷേകത്തിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുക. അവരോടാണ് അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടില്ലേ മരണാസന്നനായ കൊച്ചുമകൻ അരുണിനെ? നമ്മുടെ കർത്താവ് ഇതുവരെയും അവനെ സുഖപ്പെടുത്തിയിട്ടില്ല, എന്നാൽ അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എഴുന്നേറ്റോളം പറഞ്ഞു. 490 ദൈവമക്കളും അച്ഛനും ശുശ്രൂഷകരും ഒന്ന് ചേർന്ന് സ്വർഗത്തിലേക്ക് കരമുയർത്തി മനമുയർത്തി സ്വരമുയർത്തി നിലവിളിച്ചു, കർത്താവേ, അരുണിനെ സൗഖ്യപ്പെടുത്താതെ നീ നിന്റെ ആലയം വിട്ടു പോകരുതേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അരുണിനെ സൗഖ്യപ്പെടുത്താതെ നീ നിന്റെ ആലയത്തിൽ നിന്ന് അവനെ പറഞ്ഞയക്കരുതേ. ശക്തമായ സ്തുതിപ്പുകളും പ്രാർത്ഥനകളും സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരത്തോളം ഈ സ്തുതിപ്പും പ്രാർത്ഥന നിൽക്കുമ്പോ അച്ഛൻ വിളിച്ചു പറയാ, അരുണിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. വെള്ളിയാഴ്ച രാത്രി 9 മണി ഭക്ഷണം കഴിച്ച് പോയി കിടന്നു. കൊച്ചിനെ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തിയിരിക്കുക. 2 പേരുണ്ട്. ഈ മായ എന്ന് പറഞ്ഞ് വെക്കുച്ചൂട് ഇവിടെ കൂട്ടിന് വന്നിരിക്കുക എൻ്റെ ഭാര്യയ്ക്ക്. അന്ന് ഒരാൾ ഉറങ്ങാതെ നോക്കിയിരിക്കും, മരിക്കാൻ കിടക്കല്ലേ കൊച്ച്. അന്ന് അങ്ങനെ ഇരുന്നു. ഈശോ എൻ്റെ ഭാര്യയെയും ഈ പറഞ്ഞ മായയെയും ഇരുത്തിയും കിടത്തിയും ഉറക്കുന്നില്ല, ഗാഢ നിദ്രയിൽ ആഴ്ത്തി പൂണ്ട ഉറക്കം. മരിക്കാൻ കിടക്കുന്ന കൊച്ചു മുമ്പിലുണ്ടെന്ന് പോലും അവർ വിചാരിച്ചില്ല. കട്ടിലേക്ക് വരുമ്പോൾ രോഗശാന്തി ഉണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. രാവിലെ 5 മണിക്ക് ഇവര് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അല്ലെ കുളിച്ചൊരുങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇവരെഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഈ മരിക്കാൻ കിടന്ന 4 വർഷമായിട്ട് ചീഞ്ഞഴുകിയിരുന്ന ആ കൊച്ചു ബെഡിൽ എഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനൊരു ഗർഭസ്ഥ ശിശുവിനെ പോലെയായിരുന്നു. കാരണം ഈ കൈ ഇങ്ങനെ നിവർക്കത്തില്ല, ഇവിടെ കീറും. ഈ കൈ നിവർക്കത്തില്ല, ഈ കക്ഷം നിവർക്കത്തില്ല, ഇവിടെ ചീഞ്ഞിരിക്കുക, കീറും. ഈ കാലിന്റെ മുട്ടുകൾ അവനിങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ ആയിരുന്നു. എന്നാൽ പുതിയ പ്രഭാതത്തിൽ അവന്റെ ചീഞ്ഞ് വിണ്ടുകീറി അഴുകിയ ബോഡിയിൽ ഉണങ്ങിക്കരിഞ്ഞ്, പൂർണ്ണമായും ഉണങ്ങിക്കരിഞ്ഞ് കറുത്ത പൊത്തൻ വന്ന് അവൻ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലേക്ക് ചെന്നു. അവിടെ ഭയങ്കര സംഭവമായി മാറിയത്. 4 വർഷം ചീഞ്ഞഴുകിയിരുന്ന മൃതദേഹം പോലുള്ള കൊച്ചു ദേ ഓടി നടക്കുന്നു. അനേകർ എൻ്റെ വീട്ടിലേക്ക് വന്നു, മരണ വീട്ടിലേക്ക് എന്ന പോലെ. പലരും ചോദിച്ച അന്ന് എന്തോ അരുൺ മരിച്ചു എന്നൊക്കെ ചോദിച്ച ആൾക്കാരോട് കൂടി പോകും. പോട്ടെ ആശ്രമത്തിലേക്കുള്ള ശുശ്രൂഷ അടുത്ത ആഴ്ച ആരംഭിക്കുക. ഞാൻ പറയേണ്ടി വന്നില്ല, ആൾക്കാരൊക്കെ ഓടി വണ്ടിയാൽ ഒരു ജീപ്പ്, അടുത്ത ആഴ്ച 2 ജീപ്പ്, 3-ാമത്തെ ആഴ്ച 3 ജീപ്പ് ആൾക്കാർ, 3 ജീപ്പ് ആൾക്കാർ, 10-45 പേരൊക്കെ, അതും കൂടുതൽ നമ്മളെപ്പോഴും ആൾക്കാരാ. അപ്പോൾ 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി അച്ഛൻ പറഞ്ഞു, ബ്രദറെ, കർത്താവ് ശുശ്രൂഷയ്ക്കായിട്ട് ബ്രദറിനെ വിളിക്കുന്നുണ്ട്, എൻ്റെ ടീമിലേക്ക് ചേർന്നോളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ബഹുമാനപ്പെട്ട പേപ്പിളേഴ്സിൻ്റെ കൂടെ പോട്ടെ ആശ്രമത്തിൽ ശുശ്രൂഷ ആരംഭിച്ചത് ഇന്ന് ഇവിടെ നിൽക്കുന്നു. അച്ഛനോട് അനേക സ്ഥലങ്ങളിൽ കേരളത്തിനകത്തും പുറത്തൊക്കെ ഈശോ കൊണ്ടുപോയി.